സംസ്ഥാനത്ത് പനിമരണങ്ങൾ കൂടുന്നു. 5 മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് മരിച്ചത് 90 പേരാണ്. ഡെങ്കിപ്പനി ബാധിച്ച് 48 പേരും മരിച്ചു. മെയ് മാസത്തിൽ മാത്രം എലിപ്പനി ബാധിച്ച് 8 പേരും ഡെങ്കി ബാധിച്ച് 5 പേരും മരിച്ചു. മഞ്ഞപ്പിത്ത മരണങ്ങളിലും വർധനയുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് MG പ്രതീഷാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പൊ ഈ പറയുന്നത് പോലെ മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യേണ്ട സമയമാണ്. മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങൾ നേരത്തെ തന്നെ ഈ മഴ തുടങ്ങിയതുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. മരണം കൂടുന്നു. പലരും രോഗബാധിതരായ ആശുപത്രികളിലും വീട്ടിലുമൊക്കെയായി കഴിയുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ ജാഗ്രത വേണ്ട ഒരു സമയമാണല്ലോ. ക്രിസ്റ്റീന, സ്മിത, തീർച്ചയായും. കാരണം വേനൽമഴ സംസ്ഥാനത്ത് സജീവമായതോടുകൂടി തന്നെ പനിബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. പനിബാധിതരുടെ എണ്ണം കൂടുന്നതിനൊപ്പം പനിമരണങ്ങളും സംസ്ഥാനത്ത് വർദ്ധിക്കുന്നുവെന്നതാണ് ഏറ്റവും ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യം. കാരണം ഈ കണക്കുകൾ തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കാരണം 5 മാസത്തിനിടെ സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് മരിച്ചത് 90 പേരാണ്. ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണങ്ങളും ഈ എലിപ്പനി ബാധ സംശയിക്കുന്നതും ഉൾപ്പെടെയാണ് ഈ 90 മരണങ്ങൾ. 5 മാസത്തിനിടെയാണ് ഇത്രത്തോളം ആളുകൾ ഈ പനി അല്ലെങ്കിൽ എലിപ്പനി ബാധിച്ച് മരിച്ചിരിക്കുന്നത്. ഡെങ്കിപ്പനി കേസുകളിലും മരണനിരക്കിൽ കുറവില്ല. 48 പേരാണ് ഈ 5 മാസത്തിനിടെ, മെയ് മാസം കഴിയുന്നതേ ഉള്ളൂ, ഈ 5 മാസത്തിനിടെ 48 പേരാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. ഈ മാസത്തെ മാത്രം കണക്കെടുത്താൽ എലിപ്പനി ബാധിച്ച മെയ് മാസത്തിൽ 8 പേരും ഡെങ്കിപ്പനി ബാധിച്ച 5 പേരും മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് സംസ്ഥാനത്ത് വലിയൊരു ഔട്ട്ബ്രേക്ക് ഡെങ്കി കേസുകളിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറെ വർഷങ്ങളെ അപേക്ഷിച്ച 2023 ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങളും ഡെങ്കിപ്പനി കേസുകളും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. ഇനി കാലവർഷം എത്താൻ പോകുന്നു. ഈ ഡെങ്കിപ്പനി കേസുകൾ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ആരോഗ്യവകുപ്പ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനി കേസുകളിലും എലിപ്പനി കേസുകളിലും പ്രത്യേക ജാഗ്രത ജനങ്ങൾ പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ഈ മരണങ്ങളെല്ലാം തന്നെ സർക്കാരിന്റെ കണക്കാണ്, സർക്കാർ ആശുപത്രികളുടെ മാത്രം കണക്കാണ്. സ്വകാര്യ ആശുപത്രികളുടെ കണക്ക് കൂടി എടുത്താൽ ഈ സംഖ്യ ഇനിയും ഉയരുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് മഞ്ഞപ്പിത്തമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി മലപ്പുറം, എറണാകുളം ജില്ലകളിൽ ഈ മഞ്ഞപ്പിത്ത കേസുകൾ കൂടുന്നുണ്ട്. മാത്രമല്ല ഈ മഞ്ഞപ്പിത്ത കേസുകൾക്കൊപ്പം മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച ഈ വർഷം 15 പേർ മരിച്ചു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ച് 3 പേരും ഈ വർഷം മരിച്ചിട്ടുണ്ട്. ഈ മാസം മാത്രം 6 പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ചും സംസ്ഥാനത്ത് മരിച്ചിട്ടുള്ളത്. മഞ്ഞപ്പിത്തം പടരുന്ന ഒരു സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഈ ചില ജില്ലകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം, മലപ്പുറം ജില്ലകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും ഉയരുന്നുണ്ട്. 7000-ലധികം ആളുകളാണ് പ്രതിദിനം പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത്. ഈ രോഗം ഗുരുതരമാകുന്നൊരു സാഹചര്യം കൂടി കേസുകളിൽ ഉള്ളതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും അത് എത്രത്തോളം പ്രായോഗികമായിട്ടുണ്ട് അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുണ്ട് എന്നതാണ് ജനങ്ങളടക്കം ചോദിക്കുന്ന കാര്യം. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായാണ് സംസ്ഥാനത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ മഴ സംസ്ഥാനത്ത് സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശുചീകരണം ഇനി നടത്തുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. ക്രിസ്റ്റീന, സ്മിത. MG പ്രതീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം, സാധാരണഗതിയിൽ ഒരു ചെറിയ പനിയൊക്കെ വന്നാൽ നമ്മൾ കാര്യമാക്കാറില്ല. ഇപ്പൊ എന്റെ തൊണ്ട വേദനയെ കുറിച്ച് ഉണ്ടെന്ന് അത് പെട്ടെന്ന് ഇതുവരെ ഉണ്ടായിരുന്നില്ല. രാവിലെ ഇങ്ങനെ ഓടി വന്ന് ഇവിടെ നിന്നപ്പോൾ തുടങ്ങിയതാണ്. എന്താ കാര്യം എന്നറിയില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ കാര്യം വന്നപ്പോഴാണ് ന്യൂസ് വായിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ സ്മിത ഓടണമെന്നൊരു കമന്റ് ഉണ്ടായിരുന്നു. ജോണി തടി കൂടുതലാന്നാ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ബോഡി ഷേമിംഗ് ഓടി തന്നെയാണ് വന്നത്, ഓടി ഫ്ലോറിലേക്ക് വരും. അതിലൊന്നും ഒരു കാര്യമില്ലാന്നേ. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഈ അപ്പിയറൻസിലൊന്നും വലിയ കാര്യമില്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വസ്ത്രം ധരിച്ച് ഒരുങ്ങിയൊക്കെ ഞാൻ വരുന്നുണ്ട്. പക്ഷേ വണ്ണം എന്നൊക്കെ പറയുന്നത് ഒരു ഹെൽത്ത് റിലേറ്റഡ് സാധനമാണ്. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഇച്ചിരി തടി വെച്ചാൽ എന്തെന്നേ കുഴപ്പം. എല്ലാവരും ഒരേപോലെ ഇങ്ങനെ അച്ചിൽ വാർത്ത പോലെയൊക്കെ ഇരുന്ന ഒരു രസം ഉണ്ടാവില്ല. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തോന്നും അല്ലേ. പക്ഷെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ഇല്ലേ, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കേട്ടോ.
തൊണ്ടവേദനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഇപ്പോൾ സംസ്ഥാനത്ത് പനി ബാധിക്കുന്നുണ്ട്, മഞ്ഞപ്പിത്തമുണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ ആണ്, ഡങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വെസ്റ്റ് നൈൽ പനിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളൊരു സാഹചര്യത്തിൽ പനിയോ ഇതിനെല്ലാം അല്ലെങ്കിൽ പുറമെ അമീബിക് മസ്തിഷ്ക ജ്വരം കോഴിക്കോട് റിപ്പോർട്ട് അപ്പോൾ ചെയ്തിട്ടുണ്ട്. ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ കൃത്യമായിട്ട് ചികിത്സ തേടുക. അത് സാധാരണ ഇതായിട്ട് വെച്ചിട്ട് സ്വയം ചികിത്സയൊന്നും ചെയ്യാതെ മുന്നോട്ട് പോകാം നമുക്ക്. പിന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം, അത് സാധാരണ നമ്മൾ വിചാരിക്കും സർക്കാരാണ് ചെയ്യേണ്ടത്, അപ്പോൾ അത് പൊതു ഇടങ്ങളിലൊക്കെ അവർ ചെയ്യും. പക്ഷെ നമ്മുടേതായ ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുകയും നല്ല വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ സമയത്ത്. അതെ.